ഹലോ ഡിയേഴ്സ്, ബെറ്റ്സ് ബൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെറ്റ്സി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫഡ്ജ് റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇവിടെ വിൽക്കുന്ന അതേ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുകയും ഇത് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, വരൂ നമുക്ക് റെസിപ്പി നോക്കാം. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, 160 grams. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വാൻ ഹുട്ടൻ്റെ ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ അത് എടുക്കാം. ഇത് 46.5 കൊക്കോ ഉണ്ട്, നല്ല ചോക്ലേറ്റ് ആണ്. പിന്നെ ഇത് വന്നിട്ട് ബട്ടർ അൺസോൾട്ടഡ് ആണ്. ഇവിടെ കിട്ടുന്ന നന്ദിനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണ് അത് എടുത്താൽ മതി. ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്യാം. ഇവിടെ ഞാൻ മൈക്രോവേവ് ആണ് ചെയ്തിരിക്കുന്നത്. 1 minute ഉണ്ടോ, മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് ആ കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ചേർത്തിട്ട് തണുക്കാൻ മാറ്റി വെക്കുക. ഇത് കൊക്കോ പൗഡർ, ഇത് ഹെർഷീസിൻ്റെ ആണ്. നമുക്ക് വില കുറഞ്ഞത് കിട്ടും. പിന്നെ ഇവിടെ 2 മുട്ട, വലിയ മുട്ടയാണ്, ചെറുതാണെങ്കിൽ 3 എടുക്കുക. ഇത് ബ്രൗൺ ഷുഗർ 3/4 കപ്പ്. ഇത് മൈദ 90 grams. ഇത് വാനില എസൻസ് 2 teaspoon ആണ് നമ്മൾ ചേർക്കേണ്ടത്. ചെറുത് വേണമെങ്കിൽ അത് വേണമെങ്കിലും മേടിക്കാം. ആദ്യം 2 മുട്ട ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് ഷുഗർ ആഡ് ചെയ്യുക. ഒറ്റയടിക്ക് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ബീറ്റർ വന്നിട്ട് സ്പീഡ് 2-ൽ ഒരു 30 seconds ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നല്ലപോലെ മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. നല്ലപോലെ യോജിപ്പിച്ച് ചേർക്കുക. നമ്മൾ 30 seconds എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്താൽ മതി. 1 2 3 4 സ്പീഡിൽ കൗണ്ട് ചെയ്താൽ മതി. ടൈമറൊന്നും അന്നേരം ഓൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 10 teaspoon വാനില എസൻസ് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം മൈദ, കൊക്കോ പൗഡർ, പിന്നെ ഒരു 1/4 teaspoon സോൾട്ട്, ഇത് 3 കൂടെ അരിച്ച് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒത്തിരി നേരം ബീറ്റ് ചെയ്യണ്ട, അതൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ആൻഡ് ചോക്ലേറ്റ് അതോടെ ചേർത്തിട്ട് ജസ്റ്റ് 10 seconds സ്പീഡ് 1-ൽ മതി, ഓവർ ബീറ്റ് വേണ്ട. എന്നിട്ട് നമ്മൾ ബട്ടർ പേപ്പർ അലൈൻ ചെയ്ത് വെക്കുന്നു. ബട്ടർ പുരട്ടി അതിൻ്റെ മേലിൽ ബട്ടർ പേപ്പർ നല്ലപോലെ കറക്റ്റായിട്ട് ആ എഡ്ജൊക്കെ കറക്റ്റായിട്ട് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് അതുപോലെ ഷേപ്പ് മാറും. അതുകൊണ്ട് നല്ലപോലെ എടുത്തിട്ട് അത് ഇത്തിരി അധികം ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് ആ ലിഫ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി സൗകര്യത്തിന് ഇത്തിരി മേലോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബാറ്റർ അതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു സൈഡിലോട്ട് തന്നെ കുത്തി ഒഴിക്കണമെന്നില്ല, അതിങ്ങനെ സ്പ്രെഡാക്കി. ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചൊഴിച്ചാലും മതി. എന്നിട്ട് അതൊന്ന് പരത്തി കൊടുത്തിട്ട് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എയർ ബബിൾസ് എല്ലാം പോകണം. ഓക്കെ, എയർ ബബിൾസ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു സൈഡ് പൊങ്ങി ഒരു സൈഡ് താന്ന് അങ്ങനെയൊക്കെ ഒരു പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ ഒരു ടവലിട്ടിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. നല്ലപോലെ ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് 170 degreeയിൽ 5 minutes പ്രീ ഹീറ്റ് ചെയ്യുക. ഇവിടെ തന്നെ OTG ആണ് എടുത്തിരിക്കുന്നത്. ബേക്ക് എന്ന് പറഞ്ഞ ഇതിലും പിന്നെ 30 to 35 minutes ആണ് ബേക്ക് ചെയ്യുന്നത്. മിഡിൽ റാക്കിലാണ് എപ്പോഴും കേക്ക് വെക്കേണ്ടത്. ഫഡ്ജ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, റിങ്കിൾ ടോപ്പ് ഉണ്ടോ? ബ്രൗണിക്കും ഫഡ്ജിനൊക്കെ ഇങ്ങനെ റിങ്കിൾ ടോപ്പ് വരും. അത് നമ്മുടെ എഗ്ഗ്, ബട്ടർ ഇതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്തെടുക്കണം. അതിനാണ് ആ ബട്ടർ പേപ്പർ ഇച്ചിരി വലുതായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് അലൈൻ ചെയ്തത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി.
സെല്ലൊക്കെ ചെയ്യുമ്പോൾ ഒരേ ഇതിൽ വരണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം. കണ്ടോ, സൂപ്പർ പെർഫെക്റ്റ് ആയില്ലേ. ഇത് 7 ഇഞ്ചിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും തിക്നെസ് വേണം തോന്നുന്നത്. 8 ഇഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം നമുക്ക് ഫഡ്ജ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സൂപ്പർ. ഒത്തിരി മധുരമില്ല, എന്നാൽ അതൊരു കുറവുമില്ല, നല്ല കറക്റ്റ് പരുവം. ഒരു കേക്കിൻ്റെ ടെക്സ്ചർ അല്ല, ഒരു സ്വീറ്റ് ടേസ്റ്റ് ആണ്. കാരണം നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കും, എന്നിട്ട് എന്നെ കമൻറ്റായി അറിയിക്കും.